സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 12 അധ്യായം 2 നമ്മൾ വായിച്ചു വന്നത്. പാനിഹാട്ടി മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ പാനിഹാട്ടി മഹോത്സവത്തിന് പോയ ഭഗവാൻ മണിസേനൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്നതും മണിസേനൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാന്റെ വണ്ടിക്കൂലി മണിസേനൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നതുമായൊരു ഭാഗമാണ് ആ 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ. ഇതാണ് ഈ വണ്ടിക്കൂലി എന്ന വിഷയത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയത്. വചനാമൃതത്തെ സംബന്ധിച്ച് ഈ വണ്ടിക്കൂലി ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അത് വലിയ വിഷയമല്ല. പക്ഷെ ഇതിൻ്റെ ഒരു രസകരമായ കാര്യം, ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന് പറയുന്നത് ഒരു വലിയ പൂമരമാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരു മഹാപൂമരമാണ് എന്ന് സങ്കല്പിക്കുക. ഈ പൂമരത്തിൽ ഒരു പൂവിൻ്റെതല്ല, ഒരു പൂവിനുള്ളിലെ ഒരു ചെറിയ പൂമ്പൊടി, ആ പൂമ്പൊടി സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു പ്രപഞ്ചം തന്നെ കാണും. അത്തരത്തിലുള്ളൊരു ചെറിയ പൂമ്പൊടിയാണ് ഈ വണ്ടിക്കൂലി, അല്ലെങ്കിൽ ഭഗവാന്റെ കുതിരവണ്ടി യാത്രകൾ. ഇതിനകത്ത് വരുന്ന കുതിരവണ്ടി യാത്രകൾ, ആ യാത്രകളും ആ കുതിരവണ്ടി യാത്രകളും അത് സംബന്ധിക്കുന്ന ആ വണ്ടിക്കൂലി സംബന്ധമായ കാര്യങ്ങളെല്ലാം അത് കൂടുതൽ നമ്മൾ അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോഴാണ് രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ മണിസേനൻ 5 രൂപ വണ്ടിക്കൂലി കൊടുക്കാൻ തയ്യാറാകുന്നു. കാര്യം ദക്ഷിണേശ്വരത്ത് നിന്ന് പാനിഹാട്ടി വരെ വന്നിരിക്കുകയാണ്. ഏതാണ്ട് 10-12-15 കിലോമീറ്റർ കുതിരവണ്ടിയിൽ, മൈൽ, ഇപ്പോൾ കിലോമീറ്റർ അല്ല മൈൽ, അപ്പോൾ അതിൻ്റെ ഒരു പകുതി കൂടുതലും കൂടെ കൂട്ടണം. അപ്പോൾ ഏതാണ്ട് 10-24-25 കിലോമീറ്ററോളം വരുന്നുണ്ട്. ആ ഇത്രയും ദൂരം കുതിരവണ്ടിയിൽ വന്നു പോകുന്നതിൻ്റെ ചെലവ് എന്നുദ്ദേശിച്ചാണ് ഒരു 5 രൂപ മണിസേനൻ നൽകാൻ തയ്യാറാകുന്നത്. സ്വാഭാവികമായി അതൊരു മര്യാദയാണ് ആതിഥേയൻ്റെ. പക്ഷെ ഭഗവാൻ അത് തടഞ്ഞു. അത് തടഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞത്, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇവർക്കൊക്കെ അത് കൊടുക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ്. കൂടെ വന്നിരിക്കുന്നത് രാമചന്ദ്രദത്തയും മറ്റുമാണ്. സ്വാഭാവികമായി രാമചന്ദ്രദത്ത അവരുടെ കയ്യിലുണ്ട് ആ പണം, അവർക്ക് ഈ വണ്ടിക്കൂലി കൊടുക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാനിത് മേടിക്കില്ല എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഭഗവാൻ ആ വിഷയം വിട്ടിട്ട് മണിസേനൻ്റെ ഗുരുനാഥനായ നവദീപ് ഗോസ്വാമിയായിട്ട് ആധ്യാത്മിക സംഭാഷണങ്ങൾ അങ്ങ് ആരംഭിക്കുകയാണ്. ആ സംഭാഷണം നീണ്ടു പോയി അത് തീരാറായി ഭഗവാൻ അവിടുന്ന് തിരിച്ച് ദക്ഷിണേശ്വരത്തേക്ക് യാത്രയാകാൻ തുടങ്ങുന്ന സന്ദർഭത്തിലാണ് വീണ്ടും മണിസേനൻ ഈ പണവുമായിട്ട് വരുന്നത്. കാര്യം അവിടെ വന്നിരുന്ന മറ്റ് ചില പ്രമുഖരായ പൂജാരികൾക്കും മറ്റുമായിട്ടുള്ള ആ ചടങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ 2 രൂപ 1 രൂപ വെച്ച് മണിസേനൻ ദക്ഷിണ കൊടുത്ത കൂട്ടത്തിലാണ് 5 രൂപയുമായി ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് ഈ 5 രൂപ വീണ്ടും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അപ്പോഴേ പറഞ്ഞു, നിൻ്റെ ഗുരുവിനാണ് ഞാനിത് മേടിക്കില്ല എന്നാണ് പറഞ്ഞത്. നിൻ്റെ ഗുരു എന്ന് പറഞ്ഞത് അവിടെ നവദീപ് ഗോസ്വാമി, അവിടെ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന നവദീപ് ഗോസ്വാമിയാണ് ഗുരുവായിട്ട് പറയുന്നത്. അപ്പം ആ ഗുരുവിനാണ് ഞാനിത് മേടിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെയും മണിസേനൻ ഈ തുക നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തൊട്ടടുത്തിരുന്ന മാസ്റ്റർ മഹാശയനോട് ചോദിച്ചു, ഞാൻ ഈ പൈസ മേടിക്കണോ എന്ന് ചോദിച്ചു.
അപ്പോൾ മാഷ് മഹാശയൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും പാടില്ല, ഒരു കാരണവശാലും ഈ പണം മേടിക്കാൻ പാടില്ല. ഒടുവിൽ മണിസേനൻ ഒരു വിദ്യ ചെയ്തു. ഈ ആപ്പിളും പഴവർഗ്ഗങ്ങളും ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ 5 രൂപ രാഖാലിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. രാഖാൽ പാവം അതങ്ങ് മേടിച്ചു. അത് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഭഗവാൻ പറയുന്നത്, എൻ്റെ ഭാരം ഒഴിഞ്ഞു, ഇനി അവൻ്റെ പാടായി. ആരുടെ? രാഖാലിൻ്റെ പാടായി എന്നാണ് പറയുന്നത്. അതാണ് നമ്മെ ഇതിനകത്ത് ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം. അവിടെ മുതലാണ് എന്താണ് ഭഗവാൻ ഇത് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ കൽക്കത്ത യാത്രകളുടെ ആ യാത്രകളുടനീളം ഇത്തരം വണ്ടിക്കൂലികൾ സംബന്ധിച്ച് രസകരമായ ചില അനുഭവങ്ങൾ പലയിടത്തും വചനാമൃതത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ചിലരിൽ നിന്ന് ഭഗവാൻ ചോദിച്ചു മേടിക്കും. ചിലർ നൽകിയില്ലെങ്കിലും ചിലർ നൽകാൻ തയ്യാറായെങ്കിലും അത് വാങ്ങില്ല. മറ്റു ചിലർ നൽകാൻ ഇഷ്ടമില്ല, എന്നാലും ആ ഇഷ്ടമില്ലാത്തവരുടെ വീടിൻ്റെ അവിടെ വണ്ടിക്കൂലിക്ക് വേണ്ടി കാത്തുനിന്ന സന്ദർഭം വരെയുണ്ട്. തിരിച്ചെങ്ങനെ പോകും, വണ്ടിക്കൂലിക്ക് പണം വേണ്ടേ എന്നൊക്കെ സ്വയം കൂടെ നിന്നവരോടൊക്കെ പറഞ്ഞ് ആ വണ്ടിക്കൂലി മേടിക്കാൻ ശ്രമിക്കുകയും ആകെ കൊടുക്കേണ്ട, അതായത് യഥാർത്ഥ വണ്ടിക്കൂലിയേക്കാൾ കുറച്ച് തുക ആ വീട്ടുകാർ നൽകിയിട്ട് ഇത്രയും മതി, ഇതുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞ് വളരെ നികൃഷ്ടമായ രീതിയിൽ ഭഗവാനെ ഒഴിവാക്കുന്ന സന്ദർഭം ഇവിടെ കാണാം. ഇങ്ങനെ ഈ വണ്ടിക്കൂലി പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഭഗവാൻ ഇതൊന്നും ഒരിടത്തും നേരിട്ട് ഒന്നും വാങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ ഇത് നോക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. കൂടെ ഉള്ളവർക്കാണ് അതിൻ്റെ ചുമതല. ഭഗവാന്റെ മിക്ക യാത്രകളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. പലതും ഓരോ സ്ഥലത്ത് പോകുന്നതിനും മുൻകൂട്ടി നിശ്ചയിക്കും. അതുകൊണ്ട് യാത്രാ ചെലവ് വഹിക്കുന്നയാളും നിർദ്ദേശിക്കപ്പെട്ടു കാണും. ഒന്നുകിൽ രാമചന്ദ്ര ദത്തയായിരിക്കും, അതല്ലെങ്കിൽ സുരേന്ദ്രനാഥ മിത്രയായിരിക്കും. ഇങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ യാത്രകളുടെ. അപ്പോൾ അവരാണ് ആ ചെലവ് വഹിക്കുക. അവരത് സ്വയം മുന്നോട്ട് വന്നവരാണ് ഈ കാര്യങ്ങൾക്ക്. നോക്കൂ, ഭഗവാന്റെ ഒരു ജീവിത ആ ദക്ഷിണേശ്വര കാലവും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ചില ആളുകളെ ഭഗവാൻ നിയോഗിച്ചിട്ടുണ്ട്. ഗൃഹസ്ഥാശ്രമികളായ ചിലർ, ഭഗവാനെ തേടി വന്നവരും ഭഗവാന്റെ അടുത്ത് വന്നവരുമായിട്ടുള്ള ആളുകളെ ഓരോരുത്തർക്കും ചില ചുമതലകൾ ഭഗവാൻ നിഷ്കർഷിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത് ഈ സാമ്പത്തികമായ ഇടപാടുകളാണ് കൂടുതലും വരുന്നത്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് നിഷ്കർഷിക്കപ്പെട്ട ആളല്ലാതെ മറ്റൊരാൾക്കും അത് ചെയ്യാനുള്ള അവകാശമില്ല, അത് ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭം കൂടെ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ ഇതിനകത്തുണ്ട്. അപ്പം അതിനൊക്കെ ഓരോരുത്തരുണ്ട്. ആ ആളുകൾ മാത്രമാണ് ഇത് നിർവഹിക്കുന്നത്. ഇപ്പം ഈ അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് കൽക്കട്ട നഗരത്തിലായാലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ എങ്ങനെ സഞ്ചരിച്ചാലും 5 രൂപയുടെ ദൂരത്തിന് അകത്താണ് ഈ സഞ്ചാരങ്ങൾ മുഴുവൻ നടക്കുന്നത്. 5 രൂപയ്ക്ക് അകത്താണ് നടക്കുന്നത്. ഈ കുതിരവണ്ടി യാത്രകളിലൂടെ അന്നത്തെ കൽക്കത്തയുടെ ഒരു സാമൂഹിക സാംസ്കാരിക ചിത്രം, അതിൻ്റെ പശ്ചാത്തലം നമുക്ക് ബോധ്യപ്പെടും. ചിലതിൽ ചരിത്രത്തിൻ്റെ ചില സൂക്ഷ്മമായ അംശങ്ങൾ കൂടെ നമുക്ക് കാണാം. ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ചില യാത്രകൾ. മനോഹരമാണ് ഭഗവാന്റെ കുതിരവണ്ടി യാത്രകൾ. ഏതൊക്കെയാണ് അത്, എന്തൊക്കെയാണ് ഈ ഓരോ കുതിരവണ്ടി യാത്രകളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടെത്തലിന് സാധ്യതയുണ്ട്. ഭഗവാന്റെ ജീവിതത്തെ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ ഒരു വിവരം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു വിഷയം നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. വചനാമൃത രചന തന്നെ
ഈ യാത്ര, ഭഗവാന്റെ യാത്ര എന്ന് പറയുന്നത് ഈ വചനാമൃതത്തിൻ്റെ രചന തന്നെ ആരംഭിക്കുന്നത് ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷമുള്ള 1-2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഭഗവാൻ കേശവചന്ദ്രസേനും കുക്ക് സാഹിബും ഒരുമിച്ച് ഒരു ബോട്ടിൽ സഞ്ചരിച്ചതിന് ശേഷം വരുന്ന ഒരു ദിവസത്തിലാണ് വചനാമൃതത്തിൻ്റെ രചന ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യ പേജിൽ അത് തുടങ്ങുന്നത് ബംഗാളിയിലും ഇംഗ്ലീഷിലും ഉള്ള രചനകളിലെല്ലാം അതാണ് ആദ്യം പറയുന്ന വാക്ക് തന്നെ. കുക്ക് സാഹിബും ഒന്നിച്ചുള്ള ബോട്ട് യാത്രയുടെ ശേഷമുള്ള കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനാമൃത രചന ആരംഭിക്കുന്നത് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അത് പിന്നീട് ഒരു സ്ഥലത്താണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്തരം യാത്രകൾ, മറക്കാൻ പറ്റാത്ത ഇത്തരം യാത്രകൾ ഒരുപാട് ഭഗവാന്റെ ആ വചനാമൃത വായനയിൽ നമുക്ക് കണ്ടുകിട്ടാൻ പറ്റും. ഇപ്പം കേശവചന്ദ്രസേനും ഒരുമിച്ചുള്ള യാത്രകൾ കൂടാതെ തന്നെ ഈ കാളീപദ ഘോഷ് ഒരു ബോട്ടിൽ വിളിച്ചുകൊണ്ട്, വള്ളത്തിൽ വിളിച്ചുകൊണ്ട് പോയി ഗംഗയുടെ നടുക്ക് കൊണ്ട് നിർത്തി ആ വള്ളം ഉലച്ചുകൊണ്ട് കാൽക്കൽ പിടിച്ചുകൊണ്ടാണ് ഭഗവാനോട് വരം ചോദിക്കുന്നത്. അതേപോലെ തന്നെ തെറ്റിപ്പിരിഞ്ഞ ബ്രഹ്മസമാജം അംഗങ്ങളെ, വിജയ ഗോസ്വാമിയെയും കേശവചന്ദ്രസേനെയും ഇരുപുറവും ഇരുത്തി സുദീർഘമായി ചർച്ച നടത്തുന്നത് ഒരു ബോട്ട് യാത്രയിലാണ്. അതാണ് നൗകാവിഹാരം എന്നുള്ള ഒരു ബോട്ട് യാത്ര. ആ നൗകാവിഹാരം എന്ന അധ്യായം തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ യാത്രകൾ ഭഗവാന്റെ ആ ഭഗവത് ലീലയുടെ ഒരുപാട് സുഖകരവും സുന്ദരവുമായ നിമിഷങ്ങൾ നമുക്ക് തരുന്നതാണ് ഈ യാത്രകൾ. ദക്ഷിണേശ്വരത്ത് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാൻ അവർക്ക് വന്നു പോകാനുള്ള വള്ളക്കൂലി കൊടുക്കണമെന്ന് ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരോട്, സാമ്പത്തികമായി കഴിവുള്ള ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരോട് ഭഗവാൻ പറയുന്നുണ്ട്. അതിലൊന്ന് വിജയകൃഷ്ണ ഗോസ്വാമി. അദ്ദേഹം ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യനൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അതെല്ലാം ശോഷിച്ച് വന്ന് വേണ്ടത്ര വരുമാനമില്ലാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ദക്ഷിണേശ്വരത്ത് വരുന്നതിൻ്റെ മുഴുവൻ ചെലവും ബൽറാം ബസുവിനോടാണ്, ഇദ്ദേഹത്തിൻ്റെ തോണിക്കൂലി കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്നതും ബൽറാം ബസുവിനോടാണ്. ബൽറാം ബസുവാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാം. അത് അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പം ഇത്തരം ചിലവെല്ലാം ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് എല്ലാ മാസവും, ഇതിൻ്റെ രസകരമായ ഒന്ന്, ഭഗവാന് വേണമെങ്കിൽ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ചിലവിനുള്ള പണം ലഭിക്കുമായിരുന്നു. നമ്മൾ ഇവിടെ റസിക് എന്ന് പറയുന്ന ആ ക്ഷേത്ര ജീവനക്കാരൻ, ക്ഷേത്രത്തിന് പുറം ഭാഗം തൂത്തുവാരുന്ന റസിക് എന്ന് പറയുന്ന ആ ക്ഷേത്ര ജീവനക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ അവിടെ കണ്ടതാണ്, റസിക്കിന് പ്രതിമാസം 2 രൂപയാണ് ശമ്പളം, ശ്രീരാമകൃഷ്ണദേവന് 5 രൂപയാണ് ശമ്പളം. അങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് ഭഗവാൻ മേടിച്ചിട്ടല്ല, 5 രൂപ നിശ്ചയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഭഗവാൻ അത് സ്വീകരിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിൽ നിന്ന് ചെലവ് വഹിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ക്ഷേത്ര അധികാരിയായിരുന്ന മധുർനാഥ് ബിശ്വാസൊക്കെ പറഞ്ഞിട്ടും അത് ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല. അതിലപ്പുറത്തേക്ക് രാസമണിയും മധുർനാഥ് ബിശ്വാസവും ഒക്കെ വളരെ ഭയത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു വേവലാതിയോടുകൂടി കണ്ടിരുന്ന ഒരു കാര്യം, തങ്ങളുടെ കാലശേഷം ഭഗവാന് ഇവിടെ കഴിഞ്ഞുകൂടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായെങ്കിലോ എന്ന് ധരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അവകാശം, ക്ഷേത്രത്തിൻ്റെ ഒരംശം അവകാശം ഭഗവാന്റെ പേരിലൂടെ എഴുതി വച്ചാൽ അത് ഭഗവാനൊരു നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായി അത് തീരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മധുർനാഥ് ബിശ്വാസ് അതിന് ശ്രമിച്ചതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റ് ഒപ്പിലാണ് ഗദാധരൻ എന്നുള്ള പേരിന് പകരം ശ്രീരാമകൃഷ്ണൻ എന്നാദ്യമായി കണ്ടത് എന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. എനിക്കത് വ്യക്തത പോരാ. പക്ഷെ അതിലാണ് ആദ്യമായി ശ്രീരാമകൃഷ്ണൻ എന്ന ഡോക്യുമെൻറ്റിൽ മധുർനാഥ് ബിശ്വാസ് എഴുതിയത്. പക്ഷെ ഭഗവാൻ ഒപ്പിടുന്നത് ഗദാധർ ചാറ്റർജി എന്ന് തന്നെയാണ്. എന്തായാലും ആ അവകാശങ്ങളൊന്നും തന്നെ ഭഗവാൻ സ്വീകരിച്ചില്ല. അതാണ് ഭഗവാൻ എങ്ങനെയാണ് സാമ്പത്തികമായ
ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു രസമാണത്. പിന്നെ വരുന്നത് നമ്മളപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഭഗവാൻ ഈ പണം സ്വീകരിക്കുന്നതിന് എന്താണ് ഭഗവാന്റെ ഒരു കാഴ്ചപ്പാട് ഈ പണം സ്വീകരിക്കുന്ന കാര്യത്തിൽ? അത് ഭഗവാൻ തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇത്തരം പോയിന്റുകൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് വചനാമൃതത്തിലുള്ളതാണ് ഈ പറയുന്നതെല്ലാം. വചനാമൃതത്തിൽ വ്യക്തമായ ഡോക്യുമെൻ്റ് ഉള്ളത് കൊണ്ടാണ് അത് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. ഇപ്പം എന്താണ് ഈ പണം സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് ഒരാളിൽ നിന്ന് ഈ വണ്ടിക്കൂലി മേടിക്കുന്നതോ വള്ളക്കൂലി മേടിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കുന്ന സംഭാവന മേടിക്കുന്നതോ, സംഭാവനയായിട്ടല്ല, ഭഗവാന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ചിലപ്പോൾ ചില പൈസ കൊടുക്കും, ഇപ്പോൾ ഇത് മേടിക്കണോ മേടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇതൊക്കെ സ്വീകരിക്കുന്നതിന് ഭഗവാൻ ഒരു നിയമാവലി ഭഗവാനുണ്ട്. അത് ഭഗവാൻ തന്നെ നിഷ്കർഷിച്ചിട്ടുള്ളൊരു നിയമാവലിയാണ്. എന്താണതെന്ന് വെച്ചാൽ, ലോകത്ത് 4 കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കരുത്. 4 കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കരുത്. ആ 4 കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോലും പണം വാങ്ങരുത്. അതേപോലെ തന്നെയാണ് 4 കാര്യങ്ങൾക്ക് മാത്രമേ പണം ഉപയോഗിക്കാവൂ. അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ നിന്നേ പണം സ്വീകരിക്കാൻ പറ്റൂ. അതാണ് ഭഗവാന്റെ ഒരു നിയമാവലി. ഇപ്പം ഏതാണ് ഈ പണം 4 കാര്യത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നവരിൽ നിന്ന് പണം സ്വീകരിക്കരുത്. എന്താണ് ആ 4 കാര്യങ്ങൾ എന്ന് ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്. അതൊന്ന്, പ്രതാപത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കരുത്. പ്രതാപത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കരുത്. ആ പണം നന്നല്ല എന്നാണ് പറയുന്നത്. ഈ പ്രതാപത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അധികാരം നിലനിർത്താൻ, നേട്ടങ്ങൾ നേടാൻ, നമുക്ക് അതിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്കിത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഒരു അധികാരം നിലനിർത്താൻ പണം മുടക്കി അധികാരം നിലനിർത്തുന്നു, സ്വാധീനം ചെലുത്താൻ വേണ്ടി പണം ഉപയോഗിക്കുന്നു, നേട്ടങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്നു. അപ്പോൾ ആ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി പണം ഉപയോഗിച്ച് ആ നേട്ടം വിലയ്ക്ക് മേടിക്കുന്നു. ഇങ്ങനെ പണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കരുത്. അഥവാ അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ നിന്ന് സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ പണം വാങ്ങരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ഭോഗത്തിന് വേണ്ടി പണം ഉപയോഗിക്കരുത്. അതായത് ഈ ഭോഗം എന്നിവിടെ ഉദ്ദേശിച്ചത് ജീവിതത്തിൽ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നല്ല ജീവിതത്തിന് ഉപകരിക്കാത്ത കാര്യങ്ങൾ, അതാണ് ഭോഗം എന്നുള്ള ഭാഗത്ത് വരുന്നത്, വിവക്ഷിക്കുന്നത്. അത് ആ ഭോഗസുഖം എന്ന് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ ഭോഗത്തിന് വേണ്ടി പണം ഉപയോഗിക്കരുത്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവരിൽ നിന്നും പണം സ്വീകരിക്കരുത്. ആണ് രണ്ടാമത്തെ നിയമാവലി. മൂന്നാമത്തെ നിയമാവലി, ദേഹസുഖത്തിന് വേണ്ടി പണം ഉപയോഗിക്കരുത്. ദേഹസുഖത്തിന് വേണ്ടി പണം ഉപയോഗിക്കരുത്. ദേഹസുഖം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ സംബന്ധമായതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ദേഹസുഖം എന്ന് പറയും. ഇത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കരുത്. നാലാമത്തെ കാര്യം, ലോകത്തിന് മുന്നിൽ മാന്യതയ്ക്കായി പണം ഉപയോഗിക്കരുത്. വില കൊടുത്ത് മേടിക്കുന്ന മാന്യത, അതായത് നല്ല പേര്, തൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി പണം ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ആ പണം ഉപയോഗിക്കുന്നിടത്ത് തൻ്റെ പേര് ഉപയോഗിക്കരുത്. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് ജനപ്രതിനിധികൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു ഉപദേശമാണിത്. കാര്യം ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുകയും മറ്റേ യൂറിൻ ഷെഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇന്ന MP-യുടെ MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് ആ പേര് എഴുതി വെക്കുന്ന ആ രീതി, അതാണ് മാന്യതയ്ക്കായിട്ട് വരുന്ന കാര്യങ്ങൾ, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട്. പിന്നെ അവാർഡുകൾ കിട്ടാൻ വേണ്ടി പണം മുടക്കുന്നവർ കാണും, തൻ്റെ പേരിൽ ഒരു അവാർഡ് നേടാൻ വേണ്ടി. അതിപ്പോൾ സർവ്വസാധാരണമാണ്. ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് ഇന്ന അവാർഡ് കിട്ടും എന്ന് അവാർഡ് കമ്മിറ്റി നിശ്ചയിക്കുന്ന പോലെ. അപ്പോൾ ഇത്
മറ്റൊന്ന്, ഈ ജീവകാരുണ്യം, പ്രശസ്തിക്ക് വേണ്ടി ജീവകാരുണ്യം നടത്തുന്നതിന് വേണ്ടി പണം മുടക്കരുത്. ഈശ്വര സമർപ്പണം ചെയ്യുന്ന ഒന്നിലും പേരുപയോഗിക്കുന്നവരാണെങ്കിൽ ആ പണം സ്വീകരിച്ച് ഈശ്വര സമർപ്പണം നടത്താൻ പാടില്ല. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഗേറ്റിൽ സ്വന്തം പേരെഴുതി വെക്കുന്ന പോലെയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും നമുക്കത് കാണാം. ഒരു കുടിവെള്ളത്തിൻ്റെ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു ബോർഡ് വെക്കും, ഈ ടാപ്പ് അനുവദിച്ച് ഇന്നയാളാണ് എന്ന് പറഞ്ഞ്. ഇതൊക്കെ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളാണ്. അതൊക്കെ മനുഷ്യരുടെ ആ ലൗകിക താല്പര്യങ്ങളാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള 4 തരത്തിൽ പണം ഉപയോഗിക്കരുത്. ഇങ്ങനെ പണം ഉപയോഗിക്കുന്നവരിൽ നിന്ന് പണം വാങ്ങരുത്. ക്ലിയറാണ്. അപ്പം ആരിൽ നിന്നൊക്കെയാണ് പണം മേടിക്കേണ്ടത്? അപ്പം ഇനി ഭഗവാൻ നോക്കിയാൽ അറിയാം, ഭഗവാൻ പണം സ്വീകരിക്കാതെ, ഇപ്പോൾ വണ്ടിക്കൂലി മേടിക്കാതെ പോയവരാര്, വണ്ടിക്കൂലിക്ക് നിർബന്ധിച്ച് പോയി വണ്ടിക്കൂലി മേടിച്ച ആളുകളാര്, അല്ലെങ്കിൽ പണം സ്വീകരിച്ചവരാര്, പണം സ്വീകരിക്കാഞ്ഞവരാര് എന്നുള്ള ഭാഗം നമ്മൾ ഈ വചനാമൃതത്തിലൂടെ വായിച്ചു പോകുമ്പോൾ ഈ 4 ടേംസ് നോക്കിയാൽ മതി. ഇതിൽ പെട്ടവരാണോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും അവരെ. ഇനി പണം ഉപയോഗിക്കാവുന്ന 4 കാര്യങ്ങൾ അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണാൻ, ഉടുക്കാൻ, കിടക്കാൻ പണം ഉപയോഗിക്കാം. റോട്ടി കപ്പട ഓർ മക്കാൻ എന്ന് ഹിന്ദിയിൽ വളരെ പ്രശസ്തമായ വാക്കാണ്. റോട്ടി കപ്പട ഓർ മക്കാൻ. ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും പണം ഉപയോഗിക്കാം. എന്ന് പറയുമ്പോൾ ഉണ്ണുക എന്ന് പറയുമ്പോൾ 3 കോഴ്സ് ഡിന്നർ, 5 കോഴ്സ് ഡിന്നർ എന്നുള്ള അർത്ഥത്തിലല്ല, വിശപ്പടക്കാനുള്ള ഊണിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ നാണം മറയ്ക്കാനുള്ള ഉടുപ്പ്, അല്ലെങ്കിൽ ഒരു മിനിമം മാന്യത നിലനിർത്താനുള്ള ഉടുപ്പ്. അതല്ലാതെ എല്ലാ ദിവസവും കാഞ്ചീവരം സാരിയും അല്ലെങ്കിൽ മറ്റ് വില കൂടി അതല്ല ഉദ്ദേശിക്കുന്നത്. കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കിടപ്പാടം. കോടികൾ മുടക്കി ആരും ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം കെട്ടിടങ്ങൾ പണിഞ്ഞു കൂട്ടുന്നതിനെയല്ല കിടപ്പാടം എന്ന് പറയുന്നത്, നമ്മുടെ ആവശ്യത്തിനുള്ള കിടപ്പാടം. ഇതാണ് ഉണ്ണാനും ഉടുക്കാനും കിടക്കാനുമുള്ള ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കാം. സജ്ജന സേവയ്ക്ക് പണം ഉപയോഗിക്കാം. 2. 3 സാധു സന്യാസിമാർക്ക് സാധുജനസേവ, ആ സാധുജന സേവയ്ക്ക് പണം ഉപയോഗിക്കാം. 4 നാലാമതാണ് പറയുന്നത്, ഈശ്വര സേവയ്ക്കും പണം ഉപയോഗിക്കാം. പക്ഷെ ഈ 4 ഉപയോഗത്തിനുള്ള പണം നേരത്തെ പറഞ്ഞ 4-ൽ നിന്ന് ആകരുത്. ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് അങ്ങനെ പണം കൊടുക്കാൻ ആളുകൾ ധാരാളം ഈ ലോകത്തുണ്ട്. പക്ഷെ ആ പണം സ്വീകരിക്കരുത് എന്നാണ് ആദ്യത്തെ 4-നെ പറഞ്ഞത്. രണ്ടാമത്തെ 4 ഈ തരത്തിലുള്ളതാണ്. ഇതാണ് പണം, ഈ ഒരു ഘടനയിലാണ് പണം സ്വീകരിക്കേണ്ടത് എന്ന് ഭഗവാൻ വചനാമൃതത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ആ പണം സ്വീകരിക്കുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കായി പണം വിനിയോഗിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ ആ പാപഭാരം കൂടെ നമ്മൾ വാങ്ങണം. നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ പോയി ദേവസ്വം എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ടല്ലോ, ഈ ദേവസ്വം ഫണ്ട്. ഈ ദേവസ്വം ഫണ്ടെന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അവരുടെ വേദനകളും ദുരിതങ്ങളും തീരാവ്യാധികളും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുമ്പോൾ വെക്കുന്ന കാണിക്കയാണത് പലതും. ആ കാണിക്ക എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ സമർപ്പിച്ചവൻ്റെ തീരാവേദനയും വ്യാധിയും കൂടെ ചെല്ലും എന്നുകൂടെ ഓർക്കണം. അതാണ് ആ പാപഭാരം കൂടെ ഏറ്റെടുക്കേണ്ടി വരും. ഇവിടെ ഭഗവാൻ പറഞ്ഞൊരു കാര്യം, മണിസേനൻ്റെ പണം വാങ്ങിയ രാഖാലിന് ഇനി പെടാപ്പാട്, എൻ്റെ ഭാരം കുറഞ്ഞു. അതെന്താണ് ഈ മണിസേനന് ഈ നമ്മുടെ രാഖാലിന് എന്താണ് ഈ ഭാരം എന്ന് പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം എന്താണെന്നൊരു സംശയം വരും. എന്താ രാഖാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് നമുക്ക് അവിടെ വായിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഈ ഭാരം ഒഴിഞ്ഞു എന്നൊക്കെ ഭഗവാൻ അവിടെ പറഞ്ഞതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു സന്ദർഭം, ഈ വചനാമൃതത്തിലെ മറ്റൊരു സന്ദർഭത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ,
സിന്ധിയിലെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ മഹേന്ദ്ര പാൽ. വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് സിന്ധിലെ ഡോക്ടർ മഹേന്ദ്ര പാൽ. ഭഗവാന്റെ വലിയ ഭക്തനാണ് മഹേന്ദ്ര പാൽ. ഈ മഹേന്ദ്ര പാൽ ഒരിക്കൽ ദക്ഷിണേശ്വരത്ത് വന്ന് വളരെ നിർബന്ധിച്ച് ഭഗവാന് പണം കൊടുത്തു. പണം കൊടുക്കാൻ ശ്രമിച്ചു. അതും നോക്കൂ, അതും 5 രൂപയാണ്. ഈ 5 രൂപയുടെ ഒരു ക്രയവിക്രയം ഇങ്ങനെ പലയിടത്തും കയറി വരുന്നുണ്ട്. അത് രസകരമാണ്. അപ്പോൾ ഈ മഹേന്ദ്ര പാലും ഭഗവാൻ 5 രൂപ നിർബന്ധിച്ച് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ മഹേന്ദ്ര പാലാണെങ്കിൽ ഭഗവാന്റെ ഭക്തനാണ്. മാത്രമല്ല മഹേന്ദ്ര പാലിനുള്ള വലിയ ഒരു പ്രസക്തി, നമ്മൾ ശ്രീരാമകൃഷ്ണ ഭക്തന്മാർ ശ്രീരാമകൃഷ്ണ സന്യസ്ത ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ മഹേന്ദ്ര പാലിനെ കൂടെ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓർക്കേണ്ടതാണ്. കാരണം മഹേന്ദ്ര പാല് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഗോപാൽ ചന്ദ്ര ഘോഷ്. ഈ ഗോപാൽ ചന്ദ്ര ഘോഷാണ് പിന്നീട് അദ്വൈതാനന്ദ സ്വാമിയായത്. ഭഗവാന്റെ സന്യസ്ത ശിഷ്യന്മാർ, അന്തരംഗ സന്യസ്ത ശിഷ്യന്മാരിൽ ഒരാളായ അദ്വൈതാനന്ദ സ്വാമി. ഈ അദ്വൈതാനന്ദ സ്വാമിയെ അദ്ദേഹം ഗോപാൽ ഘോഷ് എന്ന വ്യക്തി ആയിരിക്കെ, ആ ഗൃഹസ്ഥാശ്രമി ആയിരിക്കെ അദ്ദേഹത്തെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ച ആളാണ് ഈ ഡോക്ടർ മഹേന്ദ്ര പാൽ. കൊണ്ടുവരാൻ കാരണം, ഈ ഗോപാൽ ചന്ദ്ര ഘോഷിന് 55 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. വളരെ ദുഃഖിതനായി ഈ ഗോപാൽ ചന്ദ്ര ഘോഷ്. അങ്ങനെയാണ് ആ ദുഃഖം മാറാത്തത് കൊണ്ടും ആ ദുഃഖത്തിൽ നിന്ന് അയാൾക്ക് മോചനമില്ലാതെ വന്നപ്പോഴാണ് ഡോക്ടർ മഹേന്ദ്ര പാൽ പറഞ്ഞത്, അങ്ങ് ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെല്ലൂ, അങ്ങക്ക് ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞ് ഈ ഗോപാൽ ഘോഷിനെ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് 55-ാമത്തെ വയസ്സിലാണ്. ബാക്കി വന്ന പല സന്യസ്ത ശിഷ്യന്മാരുടെയും പ്രായം നോക്കും 16, 17 ഇവിടെ 55-ാമത്തെ വയസ്സിൽ വളരെ പ്രായം ചെന്ന ആളാണ് ഭഗവാന്റെ അടുത്തെല്ലുകയും ഭഗവാന്റെ അന്തരംഗ ശിഷ്യനാണ് പിന്നീട് അദ്വൈതാനന്ദ സ്വാമി എന്ന പേരിൽ. ഭഗവാന്റെ ആ അന്തരംഗ ശിഷ്യന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അദ്വൈതാനന്ദ സ്വാമിയെ എടുത്ത് വായിക്കാം. അപ്പോൾ ഈ മഹേന്ദ്ര പാൽ പണം നിർബന്ധിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഏതിൽപ്പെട്ട പണമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എന്തായാലും നമുക്ക് തോന്നും ഈ പണം ഭഗവാൻ നിർബന്ധിച്ച് 5 രൂപ കൊടുക്കാൻ ശ്രമിക്കുകയും ഭഗവാൻ അത് വാങ്ങുന്നില്ല. മാത്രമല്ല ഭഗവാൻ അറിയാതെ ഈ പണം ഭഗവാൻ ഓഫർ ചെയ്തതാണ്. പിന്നീട് പക്ഷേ ഈ പണം രാമലാലിനെയാണ് ഏൽപ്പിക്കുന്നത്. ഇവിടെ രാഘാലിനെ ഏൽപ്പിച്ച പോലെ രാമലാലിനെയാണ് ഏൽപ്പിച്ചത്. ഇപ്പം രാമലാൽ അപ്പോൾ ഭഗവാന്റെ കൂടെയുള്ള സന്ദർഭം, ഇപ്പം രാമലാലിനെയാണ് ഏൽപ്പിച്ചത്. അപ്പം രാമലാലിനടുത്ത് ഭഗവാൻ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് പെട്ടെന്ന് വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു നീറ്റലും പുകച്ചിലും, ആകെ കൂടെ എരിപിരി കൊള്ളുക. അപ്പോൾ ഭഗവാൻ ചാടി എഴുന്നേറ്റിട്ട് രാമലാലിനോട് ചോദിച്ചു, ഈ മഹേന്ദ്ര പാൽ നിനക്ക് പണം തന്നിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ രാമലാൽ പറഞ്ഞു, പണം തന്നു എന്ന് പറഞ്ഞു. അത് ആർക്ക് വേണ്ടിയാണ് തന്നത്? ഭഗവാൻ എന്നിട്ട് എടുത്ത് ചോദിച്ചത്, അത് നിൻ്റെ അമ്മായിക്ക് വേണ്ടിയാണോ തന്നത് എന്ന് ചോദിച്ചു. രാമലാലിനോട് പറഞ്ഞത്, നിൻ്റെ അമ്മായിക്ക് വേണ്ടി തന്ന പണമാണോ എന്ന് ഭഗവാൻ ചോദിച്ചു. അമ്മായി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശാരദാദേവിയെ. രാമലാൽ ഭഗവാന്റെ സഹോദരൻ്റെ രാമേശ്വരൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മായി എന്നാണ് ശാരദാദേവി വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, അമ്മായിക്ക് വേണ്ടി തന്ന പണമാണോ? അമ്മായിക്ക് വേണ്ടി തന്ന പണമാണ് എന്നുള്ളതിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ്? അതും രസകരമാണ്. ശാരദാദേവിക്ക് നൽകുന്ന പണം എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള പണമായാലും ശരി, ഏത് തരത്തിലുള്ള പണമായാലും അതൊന്നും ദോഷഫലം ഉളവാക്കില്ല ശാരദാദേവിയെ സംബന്ധിച്ച്. കാരണം ശാരദാദേവി മഹാശക്തിയാണ്. ഭഗവാനേക്കാൾ ആ കാര്യത്തിൽ ഒരു മഹാശക്തിയും മഹാദേവിയുമാണ്. എല്ലാം ആരുടെ പാപങ്ങളും അമ്മ ഏറ്റെടുക്കും.
അമ്മയ്ക്ക് താമസിക്കാനുള്ള വീട് വരെ കൊടുത്ത കഥ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചതാണ്. അങ്ങനെ ആർക്കും എന്തും ചെയ്യാവുന്ന, ഏത് തരത്തിലും സമർപ്പിക്കാവുന്ന ഒരു ഇടമാണ് ശാരദാദേവി. അതുകൊണ്ട് ശാരദാദേവിക്ക് സമർപ്പിച്ചാൽ ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ടാണ് അമ്മായിക്ക് കൊടുത്തതാണോ എങ്കിൽ പ്രശ്നമില്ല എന്ന് ഭഗവാൻ ഇവിടെ പറയാൻ കാരണം. അപ്പോൾ രാമലാൽ പറഞ്ഞത് അല്ല, ഇത് അങ്ങയ്ക്ക് വേണ്ടി തന്ന പൈസയാണെന്ന് പറഞ്ഞു. കുഴഞ്ഞ് ഭഗവാന്റെ പേരിൽ കൊടുത്ത പൈസയാണ്. അതാണ് ഈ ഞെരിവിരി കൊണ്ടത്, ഇത്രയും എരിച്ചിലും പുകച്ചിലും ഒക്കെ സംഭവിച്ചത്. രാത്രിയാണെന്ന് ആലോചിക്കണം. ഈ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ് ആണ് ഈ സംഭവം. അപ്പോൾ പറഞ്ഞു എനിക്കിനി വയ്യ, ഈ നിമിഷം നീ ആ പൈസ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാമലാൽ പറഞ്ഞു നേരം വെളുക്കട്ടെ, നേരം വെളുത്തിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഭഗവാൻ ആ രാത്രി മുഴുവൻ ഞെരിവിരി കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത്. രാവിലെ പരപരാ വെളുക്കും മുമ്പ്, ആദ്യത്തെ വെട്ടം വീഴുമ്പേ രാമലാൽ നേരെ നമ്മുടെ മഹേന്ദ്രപാലിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ആ പണം 5 രൂപ തിരിച്ചു കൊടുത്തു. ഇതാണ് ആ പണം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പെടാപ്പാട് എന്ന് രാഖാലിനെ കുറിച്ച് പറഞ്ഞത്. കാര്യം, ഈ പണത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഭഗവാന് ഇതേ അനുഭവം ഉണ്ടായാൽ പിന്നെ രാമലാലിന് കിട്ടിയ അതേ അനുഭവമായിരിക്കും രാഖാലിനും. ഈ പണം പിന്നീട് ചെറിയ ദൂരം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ, നമ്മുടെ മഹേന്ദ്രപാലിൻ്റെ വീട്ടിലേക്ക് പോകാൻ അത്രയും ദൂരം കൽക്കട്ട നഗരം വരെ പോയാൽ മതി. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇങ്ങ് പാണിഘട്ടി വരെ വരണം. അപ്പോൾ ഇന്ന് രാത്രി തിരിച്ച് ദക്ഷിണേശ്വരത്ത് ചെന്നാൽ രാഖാലിന് വരുന്ന പാടെന്തായിരിക്കും എന്നുള്ളത് ഭഗവാൻ വെറുതെ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ. അതേസമയം ഈ ക്ഷണിച്ചു വരുത്തിയ വീട്ടുകാർ, ഭഗവാനെ ക്ഷണിച്ചു വരുത്തിയവർ കൂലി കൊടുക്കാൻ താല്പര്യപ്പെടാതിരുന്ന സന്ദർഭം വരെയുണ്ട്. ക്ഷണിച്ചു വരുത്തിയ, നിർബന്ധിച്ച് ഭഗവാനെ ക്ഷണിച്ചു വീട്ടി വരുത്തിയതാണ്. എന്നിട്ട് കൂലി കൊടുക്കാൻ താല്പര്യപ്പെടാതെ ചോദിച്ചപ്പം തറുതല പറഞ്ഞ, അല്ലെങ്കിൽ ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയ വീട്ടുകാർ വരെയുണ്ട്. അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അതായത് ആവശ്യപ്പെട്ട തുക കൊടുക്കാതെ അതിൽ കുറച്ച് കൊടുത്തിട്ട് ഇത് മതി, ഇതും കൊണ്ട് പൊക്കോ, ഇത് മതി എന്ന് പറഞ്ഞയച്ച് അത്രയും നികൃഷ്ടമായ രീതിയിലുള്ള സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അതേതാണ് നോക്കുക. ആ സന്ദർഭം നന്ദൻ ബഗാനിലുള്ള കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ നടന്ന ഒരു ബ്രഹ്മോത്സവത്തിൻ്റെ സന്ദർഭം നമ്മളത് വായിച്ചിട്ടുള്ളതാണ്. നന്ദൻ ബഗാനിലെ കാശീശ്വരമിത്രൻ്റെ വീട്ടിലാണ് ഈ ബ്രഹ്മോത്സവം നടക്കുന്നത്. കാശീശ്വരമിത്രൻ എന്ന് പറയുന്നത് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു തലമുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. കാശീശ്വരമിത്രൻ്റെ മരണാനന്തരം ഓർമ്മ പുതുക്കൽ 2, 3, 4 വർഷം കഴിഞ്ഞിട്ടുള്ള അനുസ്മരണ ചടങ്ങാണ് ബ്രഹ്മോത്സവമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തുന്നത്. സാധാരണഗതിയിൽ കാശീശ്വരമിത്രൻ്റെ വീട്ടിലാണ് ബ്രഹ്മസമാജത്തിൻ്റെ പ്രാർത്ഥനാ യോഗങ്ങൾ കൃത്യമായി നടത്തുന്ന സ്ഥലം കൂടിയാണ് ഈ കാശീശ്വരമിത്രൻ്റെ ഈ നന്ദൻ ബഗാനിലുള്ള വീട്. കാശീശ്വരമിത്രൻ ദേവേന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ആദി ബ്രഹ്മസമാജത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അതായത് ഈ ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്രസേനും രണ്ടായി പിരിഞ്ഞ് കേശവചന്ദ്രസേനൻ ഭാരതവർഷ ബ്രഹ്മസമാജം എന്നും പറഞ്ഞ് പുതിയ യുവാക്കളെ എല്ലാം കൂടെ സംഘടിപ്പിച്ച് പുതിയ ബ്രഹ്മസമാജം ഉണ്ടാക്കിയപ്പോൾ പഴയ ബ്രഹ്മസമാജത്തിന് ആദി ബ്രഹ്മസമാജം എന്നും പറഞ്ഞ് നിലനിന്നു. ആ കൂട്ടത്തിൽ നിന്ന ആളുകളിൽ ഒരു പ്രമുഖനാണ് കാശീശ്വരമിത്രൻ. അപ്പം കാശീശ്വരമിത്രൻ്റെ ഓർമ്മദിനം വന്നപ്പോൾ ആ ഓർമ്മദിനത്തിൽ മക്കളായ ശ്രീനാഥനും യജ്ഞനാഥനും ഇവർ രണ്ടുപേരും അവിടെ ഒരു ബ്രഹ്മോത്സവം നടത്താൻ തീരുമാനിക്കും. ഈ ബ്രഹ്മോത്സവത്തിലേക്ക് ശ്രീരാമകൃഷ്ണദേവനെ നിർബന്ധപൂർവം ക്ഷണിച്ചു വരുത്തുക. ശ്രീരാമകൃഷ്ണദേവന് കേശവചന്ദ്രസേനോടാണ് താല്പര്യം. അതായത് ഇവരുടെ ഗ്രൂപ്പിനോടല്ല, കേശവചന്ദ്രസേനൻ ഗ്രൂപ്പിനോടാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ താല്പര്യമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതെന്ന് നമുക്ക് മനസ്സിലാവും. ആ സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ അവിടെ ഇത്ര നിർബന്ധിച്ച് വിളിക്കേണ്ട കാര്യമില്ല. കാര്യം ആദി ബ്രഹ്മസമാജ ഭഗവാൻ ഇപ്പോൾ ആദി ബ്രഹ്മസമാജോ അല്ലെങ്കിൽ
ഭാരതവർഷമോ പിന്നീടുണ്ടായ സാധാരണ ബ്രഹ്മജ സമാജം നമ്മുടെ വിജയ് കൃഷ്ണ ഗോസ്വാമി എല്ലാം കൂടെ പിന്നീടുണ്ടാക്കിയ 3-ാം തവണ ഉണ്ടാക്കിയ ഭാരതവർഷത്തോടോ അതിനോടൊന്നും ഭഗവാൻ ഇതിനോടൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷെ അവരെല്ലാം ഭഗവാനോട് ഇങ്ങനെ ഇടപെടുന്നതിൽ ചില രീതികളുണ്ട്. പക്ഷേ ഇതിൽ കേശവചന്ദ്രസേനോടുള്ള ആത്മബന്ധം അല്ലെങ്കിൽ ആ സൗഹൃദം ആ സ്നേഹം വേറെ ആരോടുമില്ല. അത് വേറൊന്നാണ്. കേശവചന്ദ്രസേനും ഭഗവാനുമായിട്ടുള്ള ബന്ധം അത് വേറെ. അപ്പോൾ ആ കേശവചന്ദ്രസേനോട് ബന്ധമുള്ളത് കൊണ്ടും ഈ ആദിബ്രഹ്മസമാജത്തിൻ്റെ എതിർ ഗ്രൂപ്പ് ആയതുകൊണ്ടുമാണ് കാശീശ്വരമിത്രൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ ചേർന്ന് ശ്രീരാമകൃഷ്ണദേവനെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തിയത്. അപ്പോഴവിടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നാട്ടിൽ ആ സംസാരം വരും. ശ്രീരാമകൃഷ്ണദേവൻ അവരുടെ ഗ്രൂപ്പിൽ പോയി, കേശവചന്ദ്രസേൻ്റെ കൂടെ അല്ല, ഞാൻ ഈ ഗ്രൂപ്പിലാണ് എന്നുള്ള ഒരു പ്രചാരം ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മളിവിടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ചില ഗിമ്മിക്സാണ്. അത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാനെ അതിനാണ് അവർ ക്ഷണിച്ചത്. ഈ ഒരു പ്രൊപ്പഗൻഡ സൃഷ്ടിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണെന്ന് അവിടെ നടന്ന സംഭവങ്ങൾ പിന്നീട് തെളിയിക്കുന്നുണ്ട്. എന്താണ് അവിടെ നടന്ന സംഭവങ്ങൾ? ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് രാത്രി 9 മണിയായി. ഇതുവരെ ആഹാരം വിളമ്പിയിട്ടില്ല. അപ്പോൾ ഈ രാത്രി 9 മണിക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ അന്വേഷിക്കാനില്ല. അവർ ഈ വീട്ടുകാരും ഈ മക്കളും ഈ കാശീശ്വരമിത്രൻ്റെ മക്കളും മറ്റുമൊക്കെ ബ്രഹ്മസമാജത്തിൻ്റെ വൻകിട നേതാക്കളെ സ്വീകരിച്ചിരുത്താനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനും അവരെ പരിചരിക്കാനുമായിട്ട് അവിടെ ഓടി നടക്കുകയാണ്. ഭഗവാൻ ഇവിടെ ഈ മൂലയിൽ ആരും ശ്രദ്ധയില്ലാതെ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. കൂടെ രാഘാലും മാഷമഹാശിവനും ഒക്കെ ഭഗവാന്റെ കൂടെ അവരൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ സങ്കടം കൊണ്ട് ഭഗവാൻ തന്നെ ചോദിച്ചു, എന്താ ആരും നമ്മളെ വിളിക്കുന്നില്ലല്ലോ എന്ന്. എത്ര സങ്കടകരമാണ് ആ സാഹചര്യം എന്ന് ആലോചിച്ചു. ക്ഷമ കെട്ടിട്ട് രാഘാല് പറഞ്ഞു, വാ നമുക്ക് പോകാം, നമുക്ക് ദക്ഷിണേശ്വരത്തേക്ക് പോകാം എന്നും പറഞ്ഞ് രാഘാല് നിർബന്ധം പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതാണ്, മിണ്ടാണ്ടിരി, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ആര് വണ്ടിക്കൂലി തരും? 3 രൂപയും 2 അണയും കൂടെയാണ് കൊടുക്കേണ്ടത്. 3 രൂപ 2 അണ. ഇപ്പോൾ ഏതാണ്ട് അത്രയും തുക കൊടുത്താലേ ദക്ഷിണേശ്വരത്തേക്ക് വണ്ടിക്കൂലി ആകുള്ളൂ. ഇതാര് തരും? നമ്മുടെ കയ്യിൽ ആരുടെയും പൈസ ഇല്ല. ഈ വന്ന രാഘാലിൻ്റെ കയ്യിലോ മാഷ് അവരുടെയും പണമില്ല. ഇവർ വിളിച്ചു വരുത്തിയത് കൊണ്ട് നേരത്തെ പറഞ്ഞ ഈ പണം സാധാരണഗതിയിൽ പണം അറേഞ്ച് ചെയ്യാറുള്ള അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഭഗവാന്റെ യാത്രകൾ സൗകര്യം ചെയ്യുന്നവരോട് ഇതിട്ട് പറഞ്ഞുമില്ല. അവരാരും വന്നിട്ടുമില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. കാര്യം വളരെ നിർബന്ധപൂർവ്വം ക്ഷണിച്ചു വരുത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വേണ്ട ചെയ്യുമെന്നുള്ള ധാരണയിലാണ് ശ്രീരാമകൃഷ്ണദേവൻ വന്നത്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? പൈസ ഇല്ലാതെ ഇവരാരും ശ്രദ്ധിക്കുന്നുമില്ല, പണമില്ലാതെ തിരിച്ചു പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞ്, നമ്മുടെ കയ്യിൽ ഒറ്റ കാശില്ല, പിന്നെ നമ്മളെങ്ങനെ പോകും? ഇനി പോയാൽ തന്നെ ഈ രാത്രി ഇനി എവിടുന്ന് ഭക്ഷണം കിട്ടും? ഭഗവാൻ ചോദിച്ചു. അപ്പോഴാണ് ഇതിനിടയിൽ മുകളിലത്തെ നിലയിൽ ഒരുക്കങ്ങൾ, ഈ സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങൾ, രാത്രി ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നു. ആളുകളെല്ലാം പ്രധാന അതിഥികളെല്ലാം ക്ഷണിച്ച് നിരത്തി ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഭഗവാനെ ആരും വിളിച്ചില്ല. ആ ഭക്ഷണം കഴിക്കാൻ ഭഗവാനെ ശ്രീരാമകൃഷ്ണദേവനെ ആരും വിളിച്ചില്ല. പക്ഷേ രാഘാലും എല്ലാം കൂടെ ഭഗവാനെ പിടിച്ചുകൊണ്ട് ആ ഊണ് നടക്കുന്ന ഹാളിലേക്ക് ചെന്നു. അവിടെയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. അവിടെയൊക്കെ ആളുകൾ ഇരുന്ന് കഴിഞ്ഞു. ആരും ഭഗവാനെ ശ്രദ്ധിച്ചില്ല. അവസാനം ആ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തേക്ക്, അതായത് അവിടെ ഈ സാധനങ്ങളൊക്കെ ഈ സദ്യക്ക് സാധനങ്ങളെല്ലാം മാറ്റിയിടുന്ന അല്ലെങ്കിൽ അടുക്കി വെക്കുന്ന ആ സ്റ്റോർ റൂമിൻ്റെ ഭാഗമുണ്ട്. അവിടെ എങ്ങാണ്ട് ഒരു അല്പം സ്ഥലം ഉണ്ടാക്കി, അവിടെ ആ സ്ഥലമാണെങ്കിൽ അവിടെ ഇരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമല്ല, ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലവുമല്ല. ആ മൂലയിൽ കൊണ്ടിരുത്തി. ഇതൊക്കെ കാണുമ്പോഴാണ് എന്തിനാണ് ഭഗവാനെ അവിടെ വിളിച്ചു വരുത്തിയത് എന്നുള്ളതിൻ്റെ ഞാൻ മുൻപേ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നത്. എന്നിട്ട് അവിടെയാണ് ഭഗവാന് ഭക്ഷണം കൊടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? ഭക്ഷണം കഴിഞ്ഞ് ഭഗവാൻ പോകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. പണം ആരും കൊടുക്കുന്നില്ല. അത് ആരെ ചുമതലപ്പെടുത്താൻ, ആരോട് പറയാൻ? അവസാനം ഭഗവാൻ ഈ ഇവരോട് പറഞ്ഞു, പിന്നെ രാഘാലിനോട് ഒക്കെ പറഞ്ഞു, പോയി വണ്ടിക്കൂലി ചോദിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട്ടുകാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ശ്രീരാമകൃഷ്ണദേവന് ദക്ഷിണേശ്വരത്ത് പോകാൻ വണ്ടിക്കൂലി. അവർ പറഞ്ഞു, ഇവിടെ വണ്ടിക്കൂലി ഒന്നുമില്ല, പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഇത് ചെയ്തു.
അവസാനം നിർബന്ധം ഇവർ, അല്ലാതെ ഇവർക്ക് നിവൃത്തിയില്ല, പോകാൻ പറ്റില്ല. അവസാനം അവരെന്ത് ചെയ്യും, എന്നാൽ പിന്നെ എത്ര വണ്ടിക്കൂലി, 3 രൂപ 8 2 ശരി 3 രൂപ പിടിച്ചോ, അതോ 2 രൂപ, അങ്ങനെ കണ്ടാണ് 3 രൂപ 2 രൂപ എങ്ങാണ്ട്, 3 രൂപയാണെന്ന്, 3 രൂപ കൊടുത്തു, ഇത്രയേ ഉള്ളൂ, ബാക്കി ഇല്ല, പൊക്കോ. സ്വാഭാവികമായി അവിടെ രാഖാലും മറ്റുള്ളവർക്കുമാണെങ്കിൽ പ്രതികരിക്കും, അവർക്ക് കാര്യം ആ മനോവിഷമം ഉണ്ടാവും. ഇവിടെയാണ് ഒരു രസകരമായ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവാൻ മനോഹരമായ പുഞ്ചിരിയോടുകൂടി, അതായത് വളരെ പുഞ്ചിരിയോടുകൂടി ഈ കൂടെ വന്നവരെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ ഈ വീട്ടുകാരോട് ഗർവിച്ച് അല്ലെങ്കിൽ അവരോട് ഒരു അനിഷ്ടത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് പോകാൻ പാടില്ല. കാരണം അതാണ് അതിൻ്റെ കാരണം. ഇവർ കാണിച്ചത് മുഴുവൻ ശരിയില്ലായ്മയാണ്. പക്ഷെ ഭഗവാൻ അവിടെ ഭഗവാനാണിത്. ഇത് സാധാരണക്കാരായ ഒരു മനുഷ്യരാണെങ്കിൽ പ്രതികരിച്ചു പോകും. പക്ഷെ ഇവിടെ ഭഗവാനാണ് ഇരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞ മറുപടി, അവർ ഇതെല്ലാം സംഘടിപ്പിച്ചത് ഈശ്വരന് വേണ്ടിയാണ്, ഈശ്വര പൂജയുടെ ഭാഗമായിട്ടാണ് അവരിത് നടത്തിയത്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ്? ഈശ്വരന് വേണ്ടിയാണ്. ഈശ്വരന് വേണ്ടി നടത്തുന്ന ഒരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മോട് എന്തെങ്കിലും അനിഷ്ടം കാണിച്ചെങ്കിൽ അതിൽ നമ്മൾ ഒരു പരിഭവിക്കരുത്. കാര്യം ഈശ്വരന് വേണ്ടി നടത്തിയ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് സന്തോഷപൂർവ്വം നമ്മളതെല്ലാം ഏറ്റുവാങ്ങണം. നോക്കൂ, ആ കാഴ്ചപ്പാട് വളരെ സ്ലൈറ്റ് ഡിഫറൻസാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഉൾക്കൊള്ളാനായിട്ട് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ട് വരും. നോക്കൂ, ഇത് ഭഗവാനെ ഇത്രയധികം നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ഭഗവാൻ അതിന് പറഞ്ഞ മറുപടി, ഒരു കാരണവശാലും ഇവിടുന്ന് വൈഷമ്യത്തോടു കൂടിയോ അവരോടുള്ള നീരസം വെച്ചുകൊണ്ടോ പുറത്തു പോകരുത്. കാരണം ഈ പ്രോഗ്രാം നടന്നിരിക്കുന്നത് ഈശ്വരന് വേണ്ടിയാണ്. ഈശ്വരന് വേണ്ടി നടക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ശുണ്ഠി പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മോശമായ രീതിയിൽ ചിന്തിക്കുകയോ ചെയ്യുന്നത് ഈശ്വരപാപത്തിന് തുല്യമാണ്. നമുക്ക് ആ കാഴ്ചപ്പാടിൻ്റെ ഒരു മഹത്തായ കാഴ്ചപ്പാട്, അതാണിവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇത് തന്നെയാണ് പിന്നീടൊരു യാത്ര നമ്മെ പ്രകടമാക്കുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ്. അവിടെ ഇതുപോലുള്ള കുറേ നമ്മൾ ഈ വരികൾക്കിടയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ കാണാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ പോക്ക് വളരെ മുൻകൂട്ടി കരുതലോടുകൂടിയാണ് പോയത്. ഭഗവാൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ്റെ വീട്ടിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരില്ല. കാരണം ഈശ്വരചന്ദ്ര വിദ്യാസാഗരനെ കാണണം എന്ന് ഭഗവാൻ അങ്ങോട്ട് ആഗ്രഹിക്കുന്നതാണ്. അതിന് മാസ്റ്റർ മഹാശയനെ പറഞ്ഞയച്ച് ഈശ്വരചന്ദ്ര വിദ്യാസാഗരനോട് സമയം നിശ്ചയിച്ച് അനുവാദം വാങ്ങി എല്ലാം പ്രീ പ്ലാൻഡാണ്. അതുകൊണ്ട് അവിടെ ആ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ മാസ്റ്റർ മഹാശയനോട് വളരെ അടക്കത്തിൽ ചോദിക്കുന്നുണ്ട്, വണ്ടിക്കൂലി തരട്ടെ എന്ന്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞ മറുപടി, വേണ്ട, അതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു അന്ന് നടത്തിയ ഏർപ്പാട്? ഇവർ രണ്ടുപേരും ഈശ്വരചന്ദ്ര വിദ്യാസാഗരനെ കാണാൻ വരുന്ന കുതിരവണ്ടിയിൽ ദക്ഷിണേശ്വരത്തു നിന്ന് വന്ന് കണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ സുദീർഘമായി രാത്രി വരെ അവിടെ ഇരുന്ന് സംസാരിച്ചതാണ്, സുദീർഘമായ സംസാരമായി. ആ സംസാരത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഇവർ മുറ്റത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഗേറ്റിൽ ബൽറാം ബസു വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എപ്പോൾ വന്നു? ഞാൻ കുറച്ച് മുമ്പേ വന്നേ ഉള്ളൂ. അപ്പോൾ ബൽറാം ബസു ആണ് ഭഗവാന്റെ ഇത്തരം കാര്യങ്ങളുടെ വണ്ടിക്കൂലിയുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ നോക്കുന്നത് ബൽറാം ബസുവാണ്. ആ ബൽറാം ബസു കൃത്യമായി ആ രാത്രി ആ സന്ദർഭത്തിൽ അവിടെ വരികയാണ്. അപ്പോൾ ബൽറാം ബസു ആ ഗേറ്റിൽ വന്ന് നിൽക്കുകയാണ്. അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറും ഭഗവാനും ഒക്കെ കൂടെ പുറത്തിറങ്ങുമ്പോൾ ഈ ഈശ്വരചന്ദ്ര വിദ്യാസാഗരല്ല. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ഇത് പറയുമ്പോൾ ഗേറ്റിൽ ബൽറാം ബസു ഉണ്ട്.
അപ്പം അത്രയും വെൽ പ്ലാൻഡ് ആണ് ഭഗവാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഭക്തന്മാരത് വെൽ പ്ലാൻഡ്. ഇത് ഭഗവാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയത് ഇങ്ങനെ ഇങ്ങനെ ഇന്ന ആളുകളൊക്കെ അങ്ങനെയല്ല. ഇത് ഭക്തന്മാർ ഭഗവാനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഭക്തന്മാർ നടത്തുന്ന ഒരു പ്ലാനിങ്ങിൻ്റെ വളരെ വ്യക്തമായ രീതിയിലുള്ളതാണ്. അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ആ പണം സ്വീകരിച്ചില്ല. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പണം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ചില ചിത്രങ്ങൾ ആ അധ്യായം ആരംഭിക്കുമ്പോൾ, ഈശ്വരചന്ദ്ര വിദ്യാസാഗരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ അധ്യായങ്ങൾ ആരംഭിക്കും. അതിനകത്ത് മാസ്റ്റർ മഹാശയൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണി ആയതുകൊണ്ട് നമുക്ക് അതെന്താണെന്നുള്ളത് അടുത്ത തവണ, ആ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൽ നിന്ന് എന്തുകൊണ്ടാണ് പണം സ്വീകരിക്കാതിരുന്നത്, അത് നമുക്ക് അടുത്ത തവണ നോക്കാം. ഇപ്പോൾ 8 മണിയായി. എന്തായാലും വളരെ ചെറിയ ഒരു വിഷയത്തെ എത്ര ഇതളുകളാണ്, എത്ര അടരുകളാണ് ഈ വിഷയത്തിലേക്ക് കടന്നു. ഒരു വചനാമൃതത്തിൻ്റെ ഒരു വരി പോലും നമുക്ക് വെറുതെ പാഴാക്കി കളയാനില്ല. ഒരു വാക്കോ ഒരു വരിയോ എടുത്ത് നമ്മൾ മനനം ചെയ്താൽ ഒരു വലിയ പ്രപഞ്ചം തന്നെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. അതിലൊരു ചെറിയ ഉദാഹരണമാണ് ഈ വണ്ടിക്കൂലി. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത തവണ പറയാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. അതെ അതെ അതെ, ആരും പ്രതീക്ഷിച്ചില്ല ബൽറാം ബസു അപ്പം രാത്രി ആ ഗേറ്റിൽ വന്ന് നിൽക്കുമെന്നുള്ളത്. ഞാനും ഇത് ആദ്യം വായിച്ചപ്പോൾ പകിടിയൊക്കെ കെട്ടി ഏതോ പഞ്ചാബി വന്ന് നിന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അത് ബലരാമൻ എന്ന് പറയുന്നതേ ഉള്ളൂ. അതെ അതെ അതെ. നമസ്തേ നമസ്തേ.